ശ്രീ പി വി ശ്രീനിധൻ ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ ടി ഐ മധുസൂദനൻ. സർ, എല്ലാ മേഖലകളിലും സമഗ്രാധിപത്യത്തിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്ര സർക്കാർ സാംസ്കാരിക മേഖലയിലും അവരുടെ താൽപ്പര്യത്തിനനുസൃതമായിട്ടുള്ള എഡിറ്റിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലായി ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നവാഗത സംവിധായക ചിത്രത്തിനുള്ള ഇന്ദിരാഗാന്ധി പുരസ്കാരവും ദേശീയോദ്ഗ്രഥത്തിനുള്ള മികച്ച ചലച്ചിത്രത്തിനുള്ള പുരസ്കാരങ്ങളിൽ നിന്ന് വിഖ്യാത നടിയായ നർഗീസ് ദത്തിൻ്റെ പേരും ഒഴിവാക്കാൻ തീരുമാനിച്ചിട്ടുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. കോൺഗ്രസ് സ്നേഹിതന്മാർക്ക് അതിൽ വലിയ വേവലാതി ഉണ്ടാവാൻ സാധ്യതയില്ല. സിനിമാ മേഖലയിൽ ഇത്തരം എഡിറ്റിങ്ങിനെ കേരള സർക്കാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? കേരളത്തിൻ്റെ സാംസ്കാരിക മൂല്യങ്ങൾ പുതിയ തലമുറക്ക് പകർന്നു നൽകുന്നതിനുള്ള ഏറ്റവും നല്ല മാധ്യമമാണ് സിനിമകൾ. ഓൺലൈൻ എഡിറ്റിംഗ് സൗകര്യത്തോടെ തിയേറ്റർ സമുച്ചയം പയ്യന്നൂർ മണ്ഡലത്തിൽ ഉൾപ്പെടെ പൂർത്തിയായി വരികയാണ്. ഇതിനായി ഇത് നാടിന് സമർപ്പിക്കാനുള്ള നടപടികൾ ഏത് നിലയിലേക്കാണ് എത്തിയിട്ടുള്ളത്? സംസ്ഥാനത്തുടനീളം ചലച്ചിത്ര ആസ്വാദന ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നതിനുള്ള പദ്ധതി സാംസ്കാരിക വകുപ്പിൻ്റെ മുന്നിലുണ്ടോ? സർ, ചലച്ചിത്ര രംഗത്ത് വലിയൊരു ഇടപെടലാണ് കഴിഞ്ഞ ഗവൺമെൻറ് ആരംഭിച്ചിപ്പോൾ തുടരുന്നത്. നമ്മുടെ ചിത്രാഞ്ജലി സ്റ്റുഡിയോ 150 കോടി രൂപയ്ക്ക് നവീകരിച്ച് കേരളത്തിലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല ഷൂട്ടിംഗ് കേന്ദ്രമാക്കി നിർമ്മാണം ആരംഭിച്ചു എന്ന സന്തോഷകരമായ കാര്യം ഇവിടെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സർ, അതിന് മാത്രമല്ല ഇവിടെ നമ്മൾ കാണേണ്ടത് കേന്ദ്ര ഗവൺമെൻറ് ഇത്തരം സമീപനം സ്വീകരിക്കുമ്പോൾ ഇവിടെ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടും ബദൽ സമീപനം സ്വീകരിക്കും. പ്രത്യേകിച്ച് സ്ത്രീകൾ, പട്ടികജാതി, പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്നവർക്ക് പ്രത്യേക പരിഗണന കൊടുക്കുകയാണ് സാർ. അതിൻ്റെ ഭാഗമായി KSFDC മുഖേന ഒരു ചിത്രത്തിന് വനിതകൾ നിർമ്മിക്കുന്ന ഒരു ചിത്രത്തിന് 1.5 കോടി രൂപ മുടക്കി 2 ആളുകൾക്ക് സിനിമ നിർമ്മിക്കുന്നതിനുള്ള നടപടി ഇവിടെ സ്വീകരിച്ചു. അത് സിനിമ ഷൂട്ട് ചെയ്ത് പ്രദർശിപ്പിച്ചു കഴിഞ്ഞു സാർ. അതുപോലെ തന്നെ പട്ടികജാതി, പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്ന 2 ആൾക്ക് 1.5 കോടി രൂപ വീതം മുടക്കി 3 കോടിക്ക് 2 സിനിമ നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങി. അതും പൂർത്തീകരിച്ചു കഴിഞ്ഞു സാർ. ഈ ഗവൺമെന്റ് ഒറ്റ സെക്കൻഡ് ഇവിടെ 2021-22 വർഷത്തിൽ വനിതാ വിഭാഗത്തിൽ ശിവരഞ്ജിനി സംവിധാനം ചെയ്ത വിക്ടോറിയ, ഫർസാന സംവിധാനം ചെയ്ത മുംത എന്നീ ചിത്രങ്ങളും, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ശ്രീ മനോജ് കുമാർ സംവിധാനം ചെയ്ത പ്രളയശേഷം ഒരു ജലകന്യക, സുനീഷ് വടക്കുംപാടൻ സംവിധാനം ചെയ്ത കാടു ചിത്രങ്ങളും നമുക്ക് നിർമ്മിക്കാൻ കഴിഞ്ഞു. അത് കേരളത്തിൽ പ്രദർശിപ്പിക്കാൻ കഴിഞ്ഞു സാർ. വേനൽക്കാലാവധിക്ക് കേരള ചലച്ചിത്ര അക്കാദമി വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമായി ചലച്ചിത്ര ആസ്വാദന ക്യാമ്പുകൾ വിവിധ ജില്ലകളിൽ സംഘടിപ്പിച്ചു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലാണ് ചലച്ചിത്ര ആസ്വാദന ക്യാമ്പുകൾ നടത്തിയത്. കൂടാതെ നല്ല സിനിമകൾ നാട്ടിൻപുറങ്ങളിലേക്ക് എന്ന ലക്ഷ്യവുമായി ടൂറിംഗ് ടാക്കീസ് എന്ന പദ്ധതി ചലച്ചിത്ര അക്കാദമി ആവിഷ്കരിച്ചിട്ടുണ്ട്. പ്രധാനമായും ഗോത്രവർഗ മേഖല കേന്ദ്രീകരിച്ചാണ് സാർ സിനിമകൾ പ്രദർശിപ്പിക്കുന്നത്. പ്രാദേശിക തലത്തിൽ കലാ സാംസ്കാരിക കൂട്ടായ്മകൾ, ഫിലിം സൊസൈറ്റികൾ എന്നിവരുടെ സഹകരണത്തോടെയാണ് ചലച്ചിത്ര പ്രദർശനങ്ങൾ സംഘടിപ്പിച്ചത്. കൂടാതെ കൊച്ചിയിൽ ആധുനികമായ നമ്മുടെ എക്യുപ്മെന്റ്സ് എല്ലാം സ്ഥാപിച്ചുകൊണ്ടുള്ള ഒരു ഷൂട്ടിംഗ് സെന്റർ കൂടി നിർമ്മിക്കുന്നതിനുള്ള നടപടികളും പൂർത്തീകരണ ഘട്ടത്തിലാണെന്ന് പ്രത്യേകമായിട്ട് അറിയിക്കാൻ ആഗ്രഹിക്കുക.